വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു പോസ്റ്റ് ഇൻസ്റ്റയിൽ കണ്ടു. ഇൻസ്റ്റയിൽ ആത്മഹത്യാക്കുറിപ്പ് ഷെഡ്യൂൾ ചെയ്ത് പോസ്റ്റ് ചെയ്തതിനു ശേഷം ഒരു യുവാവ് ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ സംഭവിച്ച സെക്ഷൽ അബ്യൂസ് കാരണമുള്ള ആങ്സൈറ്റി അറ്റാക്ക് ഒക്കെയാണ് ആത്മഹത്യക്ക് കാരണമായി എഴുതിയിട്ടുള്ളത്. അങ്ങനെ ചെയ്തത് RSSൽ പ്രവർത്തിക്കുന്ന അടുത്തുള്ള ഒരാളാണെന്നും RSS ക്യാമ്പിൽ വെച്ചും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ആ കുറിപ്പിൽ എഴുതിയിട്ടുണ്ട്. കുട്ടിയായിരിക്കുമ്പോൾ നേരിട്ട ആ പീഡനങ്ങൾ ആ യുവാവിന്റെ ജീവിതത്തിലുടനീളം ട്രോമ കൊടുത്തിട്ടുണ്ട്. പോലീസ് ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് പ്രതികളെ കണ്ടുപിടിക്കുമെന്നും അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. എന്തായാലും ദുഃഖിപ്പിക്കുന്ന ആ പോസ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ പറയാം. ഒന്ന്, നമ്മുടെ കുട്ടികൾക്ക് ഗുഡ് ടച്ച് ആൻഡ് ബാഡ് ടച്ച് എന്നതിനെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് വളരെ കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. രണ്ട്, പേരൻസിന് അവരുടെ കുട്ടികളെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എന്നാൽ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ കുട്ടികൾക്ക് അത് പേരൻസിനോട് വന്ന് ഒരു പേടിയും മടിയും ഇല്ലാതെ പറയാനുള്ള ഒരു സ്പേസ് ഉണ്ടാകണം. അങ്ങനെ എന്ത് പ്രശ്നങ്ങളും കുട്ടികൾക്ക് തങ്ങളോട് പറയാമെന്നും അത് തങ്ങൾ കേൾക്കുമെന്നും പേരൻസ് കുട്ടികളെ ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കണം. മൂന്നാമത്, ഇങ്ങനെയുള്ള ക്യാമ്പുകളിൽ കുട്ടികൾ വിടുമ്പോൾ അത് എത്രമാത്രം സേഫ് ആണെന്ന് ചിന്തിക്കുക. ഈ യുവാവ് RSS എന്ന സംഘടനയെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഈ RSS ക്യാമ്പൊക്കെ ഓർഗനൈസ് ചെയ്യുന്നവർക്കും അവിടെ വരുന്ന മുതിർന്നവർക്കും കുട്ടികളോട് എങ്ങനെ ഇടപഴകണമെന്നും അവരുടെ ഇടയിൽ ഇങ്ങനെയുള്ള അബ്യൂസേഴ്സ് ഉണ്ടെങ്കിൽ അവരെങ്ങനെ തിരിച്ചറിയണമെന്നും കുട്ടികൾക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഒരു സിസ്റ്റം എങ്ങനെ സെറ്റ് ചെയ്യണം എന്നതിനെ കുറിച്ചുമൊക്കെ വല്ല ധാരണയുമുണ്ടോ? അങ്ങനെ ഒരു സിസ്റ്റം ഇല്ലാത്ത സെറ്റപ്പിലേക്ക് തങ്ങളുടെ കുട്ടികളെ വിടണമോ എന്ന് പേരൻസ് നന്നായി ചിന്തിക്കുക. ആൺകുട്ടികൾക്ക് നേരെയുള്ള പീഡനവും മെന്റൽ ഹെൽത്ത് പ്രശ്നങ്ങളുമൊക്കെ കോമഡിയാക്കുന്നവർ ആ യുവാവിന്റെ പോസ്റ്റ് എന്തായാലും വായിക്കുക. നിങ്ങൾ ചിലപ്പോൾ മാറി ചിന്തിച്ചേക്കാം.